നമസ്കാരം. മാറഞ്ചേരി ന്യൂസിൻ്റെ സ്ഥാനാർത്ഥികളിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മാറഞ്ചേരി പഞ്ചായത്തിലെ 9ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് ബാലകൃഷ്ണേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. 2ാം തവണയാണ് LDF സ്ഥാനാർത്ഥിയായി ബാലകൃഷ്ണേട്ടൻ ഈ വാർഡിൽ നിന്ന് ജനവിധി തേടുന്നത്. ഈ വാർഡിൻ്റെ വികസനവുമായി എന്താണ് ബാലകൃഷ്ണേട്ടന് പറയാനുള്ളത്? 2016 ഞാൻ ഈ തുറവാണം വാർഡിന് പ്രതികരിച്ച് ഇവിടെ മെമ്പറായത്. ആ സമയത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ഈ വാർഡിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. കോളനി റോഡ്, അതുപോലെ തുറവാണം ക്ഷേത്രം റോഡ്, അംഗനവാടി, പുതിയ അംഗനവാടി, അതുപോലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ഈ ശ്മശാനം പുനരുദ്ധീകരണം, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. വലിയൊരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് LDF സർക്കാരും അതേമാതിരി മാറഞ്ചേരി പഞ്ചായത്തും ഇതുവരെ മുന്നത്തെ ഭരണസമിതി വലിയ നേട്ടങ്ങൾ നമ്മൾ ഈ പഞ്ചായത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഒരുപാട് കാഴ്ചപ്പാട് എന്തായാലും LDF സർക്കാരിനുണ്ട്. അതുപോലെ തന്നെ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് ആശയങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടുന്ന് ജയിക്കുകയാണെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് തന്നെ നടത്തും, വളരെ നല്ല രീതിയിൽ തന്നെ നടത്താനുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മളെ വിജയിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എല്ലാ ജനങ്ങൾക്കും അത് ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. പഞ്ചായത്ത് ഇലക്ഷനോട് അടുത്ത് തന്നെ ഈ പാലത്തിൻ്റെ പണി തുടങ്ങാനായത് എത്രത്തോളം ആത്മവിശ്വാസം? വളരെ വലിയ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ആ കാര്യത്തിൽ. എന്താ വെച്ചാൽ അവിടുത്തെ ജനങ്ങളൊക്കെ വളരെ നമ്മൾ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്രവാസികളൊക്കെ ആയിട്ട് ബന്ധം വളരെയധികം ആത്മവിശ്വാസം, അവരിലും വളരെ സന്തോഷം. അതായത് ഇത് ഞങ്ങളൊരു സ്വപ്നം പോലെയാണ് ഞങ്ങൾക്കിത് തോന്നുന്നത്. അത്രയും വലിയൊരു പ്രവൃത്തിയാണിത്. അതെന്ന് വെച്ചാൽ അവിടുത്തെ നിവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ഒരു സഞ്ചാരയോഗ്യമായ ഒരു റോഡാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ 2018 പ്രളയത്തോട് കൂടിയിട്ട് ഇത്തരത്തിലൊരു നമ്മൾ ഇവിടുന്ന് ബോട്ടിൽ സർവീസ് നടത്തുമ്പോൾ അന്നത്തെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ പോകുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു ആശയം വെച്ചത്. അന്നത്തെ പ്രൈവറ്റ് സെക്രട്ടറിയായ ജമാലുദ്ദീനും മറ്റേ സ്പീക്കറും ഞാനൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു ആശയം പാടുന്നുള്ളത്. നമ്മളടക്കം സത്യത്തിൽ അതൊരു നടക്കുമോ എന്നൊരു യാഥാർത്ഥ്യമാണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ അത് വളരെ കൃത്യമായിട്ട് തന്നെ അത് ഏറ്റെടുക്കുകയും സർക്കാർ അതിൽ ശ്രീരാമകൃഷ്ണൻ്റെ ഒക്കെ വലിയ പങ്കുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പാർട്ടി എന്നുള്ള നിലക്ക് ഇടതുപക്ഷത്തിൻ്റെ ആളുകളും വളരെ സജീവമായിട്ട് അതിൻ്റെ പിന്നാലെ പോവുകയും നമുക്കിത് എന്തായാലും ഇത് ഒരു പ്രഹസനമായിട്ടായിരുന്നു പല ആളുകളും പറഞ്ഞിരുന്നത്. നടക്കാത്തൊരു പദ്ധതിയാണ് ഇത്, വെറുതെ ഒരു സംസാരമാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ വരുമ്പോൾ ഒരു കാട്ടിക്കൂട്ടലാന്നുള്ള രീതിയിലൊക്കെ സംസാരം ഉണ്ടായിരുന്നു. എന്നാൽ അതല്ല, ഇത് യാഥാർത്ഥ്യമാണുള്ളത്. അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. വളരെ സ്പീഡായിട്ട് തന്നെ 2 വർഷമാണ് അതിൻ്റെ ഇത് പറഞ്ഞിട്ടുള്ളത്, കാലാവധി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ തീർക്കാമെന്നുള്ള അതിൻ്റെ കോൺട്രാക്ടർമാർ പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു സംഭവമാണ് ഈ പാലം. നമുക്കറിയാം, അതിൻ്റെ ഉദ്ഘാടന വേളയിലൊക്കെ നിർമ്മാണ ഉദ്ഘാടനം നടക്കുമ്പോഴാണ് അവർ ഓരോ വീടുകളിൽ നിന്നും അവിടുത്തെ അന്ന് അവിടെ കൊടുക്കാനുള്ള ചായ, അതിൻ്റെ കടികളൊക്കെ, പലഹാരങ്ങളൊക്കെ ഓരോ വീടുകളിൽ വീടുകളും കേന്ദ്രീകരിച്ച് അങ്ങനെ സാധനങ്ങൾ കൊണ്ടുവരിക. അത്ര വലിയ ആഘോഷമായിരുന്നു. അന്ന് വളരെ വലിയ മഴ പെയ്യുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് കൂടി നല്ല ജനപങ്കാളിത്തത്തോടുകൂടി അതിൻ്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്തു. അതിൽ നിന്ന് തന്നെ നമുക്ക് ആ ജനങ്ങളെ ഒരു ഇത് മനസ്സിലാക്കാം, ആ ജനങ്ങളുടെ സന്തോഷം. അപ്പോൾ വളരെ ആ ജനങ്ങളെല്ലാവരും തുറവാണത്തുള്ള ആളുകളൊക്കെ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾക്കൊക്കെ പോകുമ്പോഴും വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. നമ്മൾ 2016 മെമ്പറായതിനു ശേഷമാണ് ഇവിടെ സ്ട്രീറ്റ് മാൻ, അതേമാതിരി ബണ്ടുമേ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്ട്രീറ്റ് മാൻ വലിച്ചാൽ മാത്രമേ സ്ട്രീറ്റ് ലൈറ്റ് അന്ന് സ്ഥാപിക്കാൻ പറ്റുമെന്ന് പറയുക. അതിന് സ്ട്രീറ്റ് മാൻ വലിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ നടുപ്പോട്ട കോള് 10-15 വർഷമായിട്ട് കൃഷിയോഗ്യമല്ലായിരുന്നു. അത് ബ്ലോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് വെട്ടിപ്പറയും മറ്റതൊക്കെ അന്നത്തെ ബ്ലോക്ക് പ്രസിഡൻ്റായ ആറ്റുണ്ണി തങ്ങൾ അനുവദിക്കുകയും അങ്ങനെയാണ് ഇവിടെ കൃഷി തുടങ്ങിയത്. അതായത് ഇവിടുത്തെ വെള്ളം ഒക്കെ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. കൃഷി നടത്താത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ കിണറ്റിലെ വെള്ളത്തിനൊക്കെ പ്രയാസങ്ങൾ വന്നിരുന്നു, അതേമാതിരി മത്സ്യസമ്പത്തിനൊക്കെ. അപ്പോൾ ആ കൃഷി നടത്തുകയും അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നത് നമ്മളെ ആ മെമ്പറായ പീരീഡിലാണ്. അതേമാതിരി ശ്മശാനത്തിൽ ഒരുപാട് വർക്കുകൾ നടത്തിയിട്ട് അത് ഉദ്ഘാടനം നടത്തിയില്ല എന്നുള്ളൂ. അതിൻ്റെ വർക്കുകളൊക്കെ ആ ടൈമിലാണ് കൂടുതൽ നമ്മൾ ഫണ്ട് വെക്കുകയും അവർ ഇവിടുത്തെ സബ് സെൻറ്റർ എന്ന് പറഞ്ഞ ഒന്നുണ്ട്, അത് ആകെ വളരെ മോശമായി കിടക്കുന്ന അവസ്ഥയായിരുന്നു. അതിലൊക്കെ നമ്മൾ ഇടപെടുകയും അവിടെ വളരെ ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനം അവിടെ നടത്തി. അതേമാതിരി വടമുക്കിന് തന്നെ പകൽ വീട് വളരെ മോശമായിട്ട് അനാശാസ്യ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ എൻ്റെ എതിർ സ്ഥാനാർത്ഥി പറയുകയും, എന്നാൽ അവിടെ പിന്നീട് നമ്മൾ ഇടപെട്ടിട്ട് തന്നെ ഫണ്ട് വെച്ച് വളരെ നല്ല രീതിയിലുള്ള ഒരു കെട്ടിടാക്കി മാറ്റി അവിടെ ടിവിയും കാര്യങ്ങളൊക്കെ പ്രായമായ ആളുകൾക്ക് വയോജനങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ
സ്ഥാപിച്ചിട്ടുണ്ട് ആ ടൈമിൽ. അതുപോലെ തന്നെ കുന്നത്തുപള്ളി റോഡ് കോൺക്രീറ്റ് ചെയ്യാനും, വാക്കപ്പാട്ടയിൽ റോഡ്, വാക്കപ്പാട്ടയിൽ അഹമ്മദിൻ മാസ്റ്റർ റോഡ്, ഒരുപാട് അത് വാട്ടർ ടാങ്ക് റോഡ് തന്നെ കുറേ വീണ്ടും വർക്ക് ചെയ്ത്. പിന്നെ ഇതിൽ നമ്മൾ അന്ന് MLA ഇടപെട്ടുകൊണ്ട് 70 ലക്ഷം റുപ്യ ബണ്ട് വീണ്ടും സഞ്ചാരയോഗ്യമാക്കുന്നതിന് വെച്ച്. പക്ഷെ അത് വർക്ക് കുറേ കഴിയുമ്പോഴാണ് ഈ ബണ്ട് താഴ്ന്നതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഈ ഫണ്ടും കാര്യങ്ങളൊക്കെ പാലത്തിലേക്ക് നമ്മൾ ആശയം വന്നത്. അപ്പോൾ എന്തായാലും നല്ല ആ ടൈമിൽ വളരെ നല്ല വികസന പ്രവർത്തനങ്ങൾ നമ്മളെ പഞ്ചായത്തിൽ അന്ന് സിന്ധു പ്രസിഡൻ്റായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട്. ആ വാർഡിൽ പരാജയപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി. ഇപ്പോൾ ഈ വാർഡിൽ പരിഹരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചപ്പാടുണ്ട്. ഇനിയും ഇവിടെ നല്ല ഒരു ടൂറിസം കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇവിടെ. പാലം വന്നതോടുകൂടി തന്നെ ഈ പ്രദേശത്തിൻ്റെ മുഖച്ഛായ മാറും. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇവിടുന്ന് തന്നെ ഈ പാലം വന്ന് തുറവാണത്തിന് അപ്പുറത്ത് പോകാനുള്ള ഒരു ബണ്ടും കാര്യമൊക്കെ ഉണ്ട്. അവിടേക്ക് സത്യത്തിൽ നമുക്കൊക്കെ ഒരു റോഡൊക്കെ അവിടെ ഇറങ്ങാനും മറ്റു കാര്യത്തിനൊക്കെ നമുക്ക് സൗകര്യം ഉണ്ടാക്കുകയാണെങ്കിൽ അതും യോഗ്യമാക്കാൻ പറ്റും. ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താൻ സാധ്യതകളുണ്ട്. ആ സാധ്യതകൾക്ക് നമ്മളിവിടെ ജനങ്ങളൊക്കെ സഹകരിച്ച് നമ്മളെ വിജയിപ്പിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തും. അപ്പോൾ ഇതുവരെ നമ്മൾ കഴിഞ്ഞ ടൈമിലൊക്കെ മെമ്പറായി വേറെ വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് ഈ വാർഡിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഇനിയും അത്തരം പ്രവർത്തനങ്ങൾ നടത്തും. നല്ല രീതിയിൽ തന്നെ നടത്താൻ സാധിക്കും. നമ്മളെ പഞ്ചായത്തിൻ്റെയും അതുമാതിരി സർക്കാരിൻ്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് വളരെ നല്ല രീതിയിൽ നടത്താൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. വടമുക്ക് MLP സ്കൂൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാധാരണക്കാർ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ആ കെട്ടിടം തന്നെ വളരെ മോശമായ പഴയ കെട്ടിടമായിരുന്നു. ഇവിടുത്തെ ജനപങ്കാളിത്തത്തോടു കൂടി ആ കെട്ടിടം ഉണ്ടാക്കി. അതിന് അന്ന് സ്പീക്കർ അവരൊരു മാസത്തെ ശമ്പളം തരികയും പിന്നെ അവിടെ ആ രീതിയിൽ ഉള്ള വളരെ നല്ല പ്രവർത്തനം നടത്തി. മാത്രമല്ല പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് അവിടെ ബാത്റൂം ഉണ്ടാക്കാൻ അന്ന് നമ്മൾ മെമ്പറാവുന്ന ടൈമിൽ തന്നെ അതിനും കൂടി അന്ന് പഞ്ചായത്ത് ഫണ്ട് വെപ്പിക്ക് അത്തരം പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഹൈടെക് ക്ലാസ് റൂമുകൾ അതിനൊക്കെ നമ്മളെ ശ്രീരാമകൃഷ്ണൻ്റെ ഫണ്ട് അന്ന് അനുവദിച്ചിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അത്തരത്തിൽ നല്ല പ്രവർത്തനങ്ങൾ ഇടപെടാനും ഈ നാടിൻ്റെ ജനങ്ങളൊക്കെ സഹായത്തോടു കൂടി ജനങ്ങൾ നല്ല സഹകരണമുള്ളൊരു നാടാണ് ഞങ്ങളെ ഈ വാർഡ്. ഡിസംബർ 11 നടക്കണ ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ ഈ വാർഡിനെ പ്രതിനിധീകരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ കാലത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തുടരുന്നതിനും വേണ്ടി എന്നെ ഈ നാട്ടിലെ ജനങ്ങൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാം.